കുട്ടനാടൻ തട്ടുകടയുടെ ഒരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 പിസ്സ ഉണ്ടാക്കാൻ പോവാം. നമ്മളൊരു പിസ്സ ഫെസ്റ്റിവൽ അങ്ങ് നടത്തുക. കൊഞ്ചും ചിക്കനും എല്ലാം വെച്ച് നമ്മൾ ഓരോ പിസ്സ അങ്ങ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് കിടക്കാം. ആദ്യമായി നമ്മളിവിടെ 4 പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോവ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിസ്സ ഡോവ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി ഉണ്ടാക്കാവുന്നതാണ്. ഇതോടൊപ്പം ഒരു വലിയൊരു ക്യാപ്സിക്കം നമ്മളിതോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയൊരു തക്കാളി നമ്മളിതോട്ട് ചെറുതായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതോടൊപ്പം കുറച്ച് ഒലിവും കൂടെ നമ്മളിതോട്ട് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പിസ്സ സോസ് ആണ്. പിസ്സ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്കിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതോടൊപ്പം നമ്മൾ 1 കപ്പ് മൊസല്ല ചീസ് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. കൂടാതെ ഞാനിവിടെ കുറച്ച് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം ഇടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളിവിടെ പ്രോൺസും അതോടൊപ്പം തന്നെ ചിക്കനും യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ പ്രോൺസ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഉപ്പാട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാൻ. നമ്മളിവിടെ വളരെ കുറച്ച് മാത്രമേ നമ്മളുടെ പ്രോൺസ് എടുത്തിട്ടുള്ളൂ. അതോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണ്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഇന്നിവിടെ 4 പിസ്സയാണ് ടോട്ടൽ ഉണ്ടാക്കാൻ പോകുന്നത്. 2 ചിക്കൻ്റെയും 2 പ്രോൺസും യൂസ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ചിക്കനും ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് നമ്മൾ മസാലയൊക്കെ ഇട്ട് നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് 20 മിനിറ്റത്തെ മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് ചിക്കൻ എടുക്കാം. ചിക്കൻ നമ്മൾ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതുകൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിന് നല്ലൊരു കളറൊക്കെ നമുക്ക് കിട്ടും. അതിനുവേണ്ടിയിട്ടാണ്, ഒത്തിരി എരിവും കാണത്തില്ല. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. കൂടാതെ ഒരു 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഇതിൻ്റെ ചെറിയൊരു പുളിയും കൂടെ നമുക്ക് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നല്ല കൈകൊണ്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് നമ്മൾ പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിന് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്കിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. ഈ പ്രോൺസ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആയി കിട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നമുക്കിതിൽ സമയം ഇച്ചിരി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പിസ്സ ഡോവ് തയ്യാറാക്കാനായിട്ട് അത് നമ്മൾ കുറച്ച് നേരം നമുക്ക് വെക്കണം. അതായത് ഇതൊന്ന് പൊങ്ങി ഡബിളായി കിട്ടാനായിട്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഇച്ചിരി സമയം പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രോൺസ് ഒക്കെ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഇതെല്ലാം കൂടി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ പ്രോൺസ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ്റെ പീസുകളും കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു സൈഡ് കുക്കായിരിക്കുകയാണ്. നമുക്ക് ഇതുകൂടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും നമുക്ക്.
ഇപ്പോൾ നമ്മുടെ ചിക്കനും കറക്റ്റായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പിസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിൻ്റെ എല്ലാ വശത്തേക്കും നമുക്ക് ഈ എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം. നിങ്ങൾ എണ്ണ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഇതിലേക്ക് നമ്മുടെ പിസ്സ ഡോവിൻ്റെ മാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പരത്താം. അതായത് നമ്മുടെ ഈ പാത്രത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വട്ടത്തിൽ ഇത് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മൾ മാവ് കറക്റ്റായിട്ട് നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ഇതിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ വശവും ഒരേപോലെ തന്നെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഇട്ടിട്ടില്ലെങ്കിൽ കറക്റ്റായിട്ട് എല്ലാ വശവും പൊങ്ങി വരത്തില്ല. അടുത്തതായി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിസ്സ സോസ് ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൊസല്ല ചീസിൻ്റെ കുറച്ച് നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പ്രോൺസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാപ്സിക്കം കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടൊമാറ്റോ കൂടെ നമുക്കിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലെക്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി ഓവർ ആവാൻ പാടില്ല. ഒത്തിരി ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്യുന്നതാണ്. അടുത്തതായി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി നമ്മുടെ മൊസല്ല ചീസ് നമ്മൾ ഏറ്റവും ടോപ്പ് ലെയറിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെക്കാം, അതിലേക്ക് ഒരു ചെറിയ പാത്രം കൂടെ വെക്കാം. അതായത് നമ്മുടെ ഈ പിസ്സയുടെ പാത്രം നമ്മൾ താഴെ കോണ്ടാക്ട് ആവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, കാരണം ഇത് നമ്മൾ ആവിയിൽ നിന്നാണ് നമ്മൾ കുക്കാവുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് സെയിം പ്രൊസീജിയറിൽ തന്നെ നമുക്കിതെല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ്സ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പ്രോൺസ് പിസ്സ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാം മുകളിലത്തെ ആ ചീസൊക്കെ കറക്റ്റായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള പിസ്സയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മളിവിടെ 4 വെറൈറ്റി പിസ്സ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പിസ്സ എന്ന് പറയുന്നത്. ഒത്തിരി പ്രയാസമൊന്നുമില്ല. കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ടേസ്റ്റിൽ കിട്ടുന്നതാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.